ഹായ് എവരി വൺ, റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻ്റർ കൂളിംഗ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇൻ്റർ കൂളിംഗ് ആൻഡ് വർക്ക് ഡൺ ഇൻ ദ കേസ് ഓഫ് ഇൻ്റർ കൂളിംഗ്. ഓക്കെ, ഒരു ഇൻ്റർ കൂളർ വെച്ചതിന് ശേഷമുള്ള വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കാം. ഫോർ എ സിംഗിൾ സ്റ്റേജ് കംപ്രസർ, അതായത് നമ്മൾ മൾട്ടി സ്റ്റേജ് കംപ്രഷന് പകരമായിട്ട് നമ്മൾ ഈ ഒരു സിംഗിൾ സ്റ്റേജ് ആയിട്ട് നമ്മൾ ആ പ്രഷറിലേക്ക് എത്തുകയാണെങ്കിൽ അതിൻ്റെ വർക്ക് ഡൺ നമുക്ക് എങ്ങനെയാണ് വരാമെന്ന് നോക്കാം. സോ ഈ കർവ് നോക്കുക, ഈ ഗ്രാഫ് നോക്കുക. ഇതിൽ ശരിക്കും ലോ പ്രഷർ സിലിണ്ടറും ഉണ്ട്, ഹൈ പ്രഷർ സിലിണ്ടറും ഉണ്ട്. നമ്മൾ മൾട്ടി സ്റ്റേജ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് മൾട്ടി സ്റ്റേജിന് പകരം ഒരു സിംഗിൾ സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ വർക്ക് ഡൺ വരിക നമുക്ക് നോക്കാം. അപ്പോൾ സിംഗിൾ സ്റ്റേജ് ആയിട്ടാണ് നമുക്ക് ഈ എന്താ പറയുക കംപ്രഷൻ പ്രോസസ്സ് നടത്തുന്നതെങ്കിൽ നമുക്ക് സൈക്കിൾ ഇങ്ങനെ ആയിരിക്കും വരിക. 5, 1, 3-7 ഇങ്ങനെയായിരിക്കും നമ്മുടെ സൈക്കിൾ വരുന്നത്. ഓക്കെ, നോക്കാം. സോ വർക്ക് ഡൺ വിൽ ബി n/n-1 P1 V1 ഇൻറ്റു P3 P1. സോ സിംഗിൾ സ്റ്റേജ് ആകുമ്പോൾ ഇനീഷ്യൽ പ്രഷർ P1ഉം ഫൈനൽ പ്രഷർ P3 ആയിരിക്കും വരിക, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ P3 ഡിവൈഡ് ബൈ P1 റേസ് ടു n-1/n-1 എന്നായിരിക്കും ഇക്വേഷൻ വരിക. ഓക്കെ, ഇനി ഡെലിവറി ടെമ്പറേച്ചർ, അതായത് T3 കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് T1 ഇൻറ്റു P3 ബൈ P1 റേസ് ടു n-1/n. ഓക്കെ, നമ്മുടെ പോളിട്രോപ്പിക് റിലേഷൻ വെച്ചിട്ട് എഴുതാൻ പറ്റും. ഇനി 2 സ്റ്റേജ് കംപ്രഷൻ വിത്തൗട്ട് ഇൻ്റർകൂളിംഗ് ഇല്ലാതെ നമ്മൾ 2 സ്റ്റേജ് കംപ്രഷൻ വരികയാണെങ്കിൽ നമ്മുടെ വർക്ക് ഡൺ ഇതായിരിക്കും ഇക്വേഷൻ വരിക. n/n-1 P1 V1, അതായത് നമുക്ക് 5, 1, 2, 6 അത് നമ്മുടെ ലോ പ്രഷർ സിലിണ്ടറിൽ ഫസ്റ്റ് സ്റ്റേജ് കംപ്രഷൻ ആയിരിക്കും. അവിടെ കംപ്രഷന് മുമ്പും ശേഷമുള്ള പ്രഷർ എന്ന് പറയുന്നത് P1 P2 ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് P2/P1 ആയിരിക്കും വരിക. ഓക്കെ, അതേപോലെ ഇവിടുത്തെ വാല്യൂ P1 V1 ആയിരിക്കും വരിക. ഇനി നമുക്ക് ഹൈ പ്രഷർ സിലിണ്ടർ ഈ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് 6 to 3-7 അങ്ങനെയായിരിക്കും നമ്മുടെ ഹൈ പ്രഷർ സിലിണ്ടറിലുള്ള പ്രോസസ്സ് കാണിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ വർക്ക് ഡൺ ഇക്വേഷൻ എന്ന് പറയുന്നത് n/n-1 P2 V2. ഇനീഷ്യൽ പ്രഷർ ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് P2 V2 ആയിരിക്കും. ദെൻ ഫൈനൽ പ്രഷർ P3, ദെൻ പ്രഷർ ബിഫോർ ദ കംപ്രഷൻ വിൽ ബി P4. ഓക്കെ, റൈസ് ടു n-1/n-1. ഇങ്ങനെയായിരിക്കും നമ്മുടെ 2 സ്റ്റേജ് കംപ്രഷൻ വിത്തൗട്ട് ഇൻ്റർകൂളിങ്ങിൽ വരുന്നത്. ഓക്കെ, ഇനി വിത്ത് പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും വരിക. W is equal to n/n-1 P1 V1 P2/P1 റേസ് ടു n-1/n-1. അത് സെയിം തന്നെയായിരിക്കും, വ്യത്യാസമില്ല. പക്ഷേ രണ്ടാമത്തെ എക്സ്പ്രഷനായിരിക്കും വ്യത്യാസം വരിക. നമുക്ക് 2 to 3 പ്രോസസ്സ് നടക്കുന്നതിന് പകരം 4 to 3 ആയിരിക്കും നമ്മുടെ ഇൻ്റർകൂളർ വെച്ചതിന് ശേഷം നമുക്ക് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ n/n-1 P2 V2, അതായത് നമ്മുടെ ഇനീഷ്യൽ പ്രഷർ ആൻഡ് ഫൈനൽ പ്രഷർ എന്ന് പറയുന്നത് P2 V2 ആയിരിക്കും. ഇനീഷ്യൽ പ്രഷർ ആൻഡ് ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് P2 V2 ആയിരിക്കും. ഓക്കെ, ദെൻ കംപ്രഷന് മുമ്പുള്ള പ്രഷർ എന്ന് പറയുന്നത് P4ഉം കംപ്രഷന് ശേഷമുള്ള പ്രഷർ P3 ആയിട്ട് ചേഞ്ച് ആവും. ഓക്കെ, ഇൻ്റർകൂളിങ്ങിന് ശേഷം. ഇൻ്റർകൂളിംഗ് ഉള്ള കേസാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് വ്യത്യാസം വരും, അത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി വീണ്ടും നമ്മുടെ കർവ് വരച്ചിരിക്കുകയാണ്. ഡെലിവറി ടെമ്പറേച്ചർ ഇൻ്റർകൂളിംഗ് ഉള്ള കേസിലുള്ള ഡെലിവറി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T3 ആയിരിക്കും. സോ T3 കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ T3 ഇൻറ്റു P3/P4 റേസ് ടു n-1/n. ഓക്കെ, നമ്മുടെ പോളിട്രോപ്പിക് റിലേഷൻ തന്നെയാണ്. ഇതിൽ T4 T2 ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. T4ഉം T2ഉം ഈക്വൽ ആണ്. അതേപോലെ T2ഉം T1ഉം ഈക്വൽ ആയിരിക്കും. T2 ആൻഡ് T1 ഈക്വലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇൻ്റർകൂളിംഗ് പ്രോസസ്സാണ്, നമ്മൾ ഐസോതെർമൽ കണ്ടീഷൻ പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് T2ഉം T1ഉം നമ്മൾ ഈക്വലായിട്ട് കൺസിഡർ ചെയ്യുന്നു. നൗ P4ഉം P2ഉം ഈക്വലാണ്. P1 V1, അതുകൊണ്ട് P4 P2 ഈക്വൽ ആയതുകൊണ്ട് നമുക്കൊരു ഐസോതെർമൽ പ്രോസസ്സ് പോലെയാണ്, അല്ലേ? T2 = T1 എന്ന് പറയുമ്പോൾ ഐസോതെർമൽ പ്രോസസ്സിന് ഈക്വലൻ്റ് ആണ്. അതുകൊണ്ട് P1 V1 = P2 V2. PV = കോൺസ്റ്റൻ്റ് ആണ് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ റിലേഷൻ വരാം. നൗ വി ക്യാൻ ഫൈൻഡ് T3 നമുക്ക് ഈ T3നെ കൺവേർട്ട് ചെയ്യാം. T4ൻ്റെ അവിടെ നമ്മൾ T1 കൊടുത്തു. T4 എന്ന് പറയുന്നത് T2 ആണ്, T2 എന്ന് പറയുന്നത് T1 ആണ്. അങ്ങനെയാണ് ഇവിടെ T4 എന്ന് പറയുന്നത് T1 ആയിട്ട് ചേഞ്ച് ആയത്. നൗ P3 അത് അതുപോലെ തന്നെ ഇട്ടു. P4 എന്ന് പറയുന്നത് P2 ആയിട്ട് ഈക്വലൻ്റ് ആണ്.
therefore P3 by P2 raised to n minus 1 by n. ഈ രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്തു. ഇങ്ങനെ നമുക്ക് ഇനീഷ്യൽ ടെമ്പറേച്ചറും നമ്മുടെ പ്രഷറിന് മുമ്പുള്ള കംപ്രഷന് മുമ്പുള്ളതും ശേഷമുള്ള പ്രഷർ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ഫൈനൽ ഡെലിവറി ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നൗ വർക്ക് ഡൺ ഇക്വേഷൻ ഒന്നുകൂടി എഴുതിയൊക്കെയാണ്. P1 V1 n by n minus 1 into P1 V1 into P2 by P1 raised to n minus 1 by n plus P3 by P2 raised to n minus 1 by n minus 2. ഓക്കെ, ഇത് ഇൻ്റർകൂളിംഗ് ചെയ്യുന്ന കേസിലുള്ള വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, ഇനി ഇത് തന്നെ നമുക്ക് P1 V1 അവിടെ MRT1 ഇട്ട് കൊടുക്കാം. ആ രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ പ്ലസ് തന്നെയാണ് കേട്ടോ, ഇവിടെ മൈനസ് അല്ല, ഇവിടെ പ്ലസ് തന്നെയാണ്. ഇവിടെ ചേഞ്ച് വരുന്നത് ഈ P1 V1 പകരം നമ്മൾ MRT1 എന്നാക്കി മാറ്റി. ഓക്കെ, ഇവിടെ പ്ലസ് തന്നെയാണ്, മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്. നൗ ഓൾസോ നമുക്ക് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലുള്ള ഇക്വേഷൻ കൊടുക്കാം. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് വോളിയം ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് ഫ്രീ എയർ ഡെലിവേർഡ് ആയിട്ട് കാണിക്കാം. ഓക്കെ, ക്ലിയറൻസ് വോളിയം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ എയർ ഡെലിവേർഡ് വെച്ച് കാണിക്കാം. ക്ലിയറൻസ് വോളിയം ഇല്ലെങ്കിൽ ആക്ച്വൽ വോളിയം ഫ്ലോ റേറ്റ് വെച്ചിട്ട് തന്നെ, അതും ലോ പ്രഷർ സിലിണ്ടറിൻ്റെ ആക്ച്വൽ വോളിയം ഫ്ലോ റേറ്റ് നമുക്ക് എടുക്കാം. ഓക്കെ, നൗ ഹീറ്റ് റിമൂവ്ഡ്. ഇൻ്റർകൂളറിൽ റിമൂവ് ചെയ്യുന്ന ഹീറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ വീണ്ടും ആ ഡയഗ്രാം വരച്ചിരിക്കണം കേട്ടോ. ഇൻ്റർകൂളറുള്ള ഡയഗ്രാം വരച്ചിരിക്കുകയാണ്. സോ ഇവിടെ വരുന്നത് m.Cp T2 മൈനസ് T3. സോ ഇൻ്റർകൂളറിന് മുമ്പുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T2 ആണ്. ഇൻ്റർകൂളറിന് ശേഷമുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T3 ആണ്. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നത് T2-ൽ നിന്നും T3 ആയിട്ടാണ് ചേഞ്ച് ആവുന്നത്, കുറയുന്നത്. അപ്പോൾ T2 മൈനസ് T3 ആണ് ടെമ്പറേച്ചർ ഡിഫറൻസ് എടുക്കുന്നത്. നൗ ഈ ഇക്വേഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. Q is equal to n by n minus 1 Cp minus Cv T2 minus T1 വിത്തൗട്ട് ഇൻ്റർകൂളിംഗ്. ഇത് വിത്തൗട്ട് ഇൻ്റർകൂളിങ്ങിൻ്റെ കേസിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, വിത്ത് പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഈ രീതിയിൽ ചേഞ്ച് ആവും. ഇതിൻ്റെ ഒന്നും ഡെറിവേഷൻ നമ്മൾ പഠിക്കുന്നില്ല, കാരണം അത്ര ഡീപ്പായിട്ട് നമ്മൾ പോകുന്നില്ല. Q is equal to Cp plus Cv into Cv into ഗാമ മൈനസ് n by n minus 1 into T2 minus T1. ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, ഇത് ഇനീഷ്യൽ കേസിൽ കാണിച്ചിരുന്നത് ജസ്റ്റ് ഇൻ്റർകൂളിംഗ് വെച്ചിട്ടുള്ള കേസിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇൻ്റർകൂളിംഗ് ഇല്ലാത്ത കേസിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ വിത്തൗട്ട് ഇൻ്റർകൂളിംഗ് കേസിൽ. തേർഡ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് ആണെങ്കിൽ അത് സ്പെഷ്യൽ കണ്ടീഷനാണ്. ഓക്കെ, ആ കണ്ടീഷനിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷനാണ്. ഇത് പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചാൽ. ഇനി മിനിമം വർക്ക് ഡൺ, അതായത് ഇൻ്റർകൂളർ വയ്ക്കുമ്പോൾ നമുക്ക് വർക്ക് ഡൺ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. മിനിമം വർക്ക് ഡണ്ണിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് പ്രഷർ P2 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് P1 P3. ആ P1 എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്രഷർ ആൻഡ് P3 എന്ന് പറയുന്നത് ഫൈനൽ പ്രഷർ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാലും നമുക്ക് മിനിമം വർക്ക് ഡൺ ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, വർക്ക് ഡണ്ണിൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും, ആക്ച്വൽ നമുക്ക് വരുന്ന വാല്യൂ പറഞ്ഞിട്ട് കുറവായിരിക്കും. അപ്പോൾ ഇതാണ് കണ്ടീഷൻ വരാം. ഇനി ഈ റിലേഷൻ എങ്ങനെ വന്നു, ഇതിൻ്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സ്ഥിരം ചോദിച്ച് കാണാറുണ്ട് യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ. നമുക്ക് നോക്കാം. കണ്ടീഷൻസ് ഫോർ മിനിമം വർക്ക് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ വർക്കിൻ്റെ ഇക്വേഷൻ എഴുതി. ഓക്കെ, ഇൻ്റർകൂളർ വെച്ചതിന് ശേഷമുള്ള വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. n by n minus 1 P1 V1 P2 by P1 raised to n minus 1 by n plus P3 by P2 raised to n minus 1 by n minus 2. ഓക്കെ, തെറ്റിക്കരുത്, ഈ എക്സ്പ്രഷൻ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. രണ്ട് പ്രഷർ റേഷ്യോ ഉണ്ട്. ആദ്യത്തെ LP സിലിണ്ടറിലുള്ള പ്രഷർ റേഷ്യോ എന്ന് വിചാരിക്കാം, P2 by P1. ഓക്കെ, രണ്ടാമത്തെ പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ P3 by P2. അത് ഹൈ പ്രഷർ സിലിണ്ടറിലുള്ള പ്രഷർ റേഷ്യോ ആണ്. ആ രീതിയിൽ പഠിച്ചു വെച്ചാൽ അത് ഓർത്ത് വയ്ക്കാൻ പറ്റും. ദെൻ മിനിമം വർക്ക് ഡൺ ഉള്ള നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് ഇതിൽ ഈ രണ്ട് പ്രഷർ റേഷ്യോ ടേംസ് ഉണ്ട് കണ്ടോ. P2 by P1 raised to n minus 1 by n പ്ലസ് P3 by P2 raised to n minus 1 by n. ഇത് മിനിമം ആയിരിക്കണം. ഓക്കെ, ഇത് മിനിമമാണ്. ബാക്കിയുള്ള എല്ലാ ടേംസും കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. അവിടെ n by n minus 1 P1 V1 ഈ 2 ഇതൊക്കെ കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആണ്. അപ്പോൾ ഈ വാല്യൂ മിനിമം ആയിരുന്നാൽ നമ്മുടെ വർക്ക് ഡൺ മിനിമം ആയിരിക്കും. ഇനി മിനിമം കണ്ടീഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാറ്, നമ്മൾ വർക്കിനെ P2 വിത്ത് റെസ്പെക്ട് ടു P2 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അതിന് 0 കൊടുത്താൽ നമുക്ക് മിനിമം വർക്ക് ഡൺ ഉള്ള കണ്ടീഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതും പഠിച്ചു വയ്ക്കുക. വർക്ക് ഡൺ ഇസ് ഡിഫറൻഷ്യേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു P2
ആൻഡ് ഇക്വേറ്റഡ് ടു 0, അതിൽ നിന്ന് നമുക്ക് മിനിമം വർക്ക് ഡൺ ഉള്ള കണ്ടീഷൻ കിട്ടും. ഓക്കെ, സോ ഇവിടെ കോൺസ്റ്റൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പുറത്തേക്ക് എടുത്തു, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. വേരിയേഷൻ വരുന്ന ഈ രണ്ട് റേഷ്യോനായിരിക്കും. ഓക്കെ, റേസ് ടു n-1/n. അപ്പോൾ അതിൻ്റെയാണ് ഡിഫറൻഷിയേഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണുന്നുള്ളൂ. ഓക്കെ, അതിനാണ് നമ്മൾ ഈക്വൽ ടു 0 ആക്കുന്നത്. സോ ഇതിൽ നിന്ന് എങ്ങനെയാണ് P2 ഇൻ്റർമീഡിയറ്റ് പ്രഷർ ആയിട്ടുള്ള P2, ദെൻ ഇനീഷ്യൽ പ്രഷർ P1 ആൻഡ് ഫൈനൽ പ്രഷർ P3 ആയിട്ടുള്ള റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ നോക്കാം. സോ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു P2 നമ്മൾ പ്രീവിയസ് ഇക്വേഷൻ ഒന്നുകൂടെ എഴുതി. ഓക്കെ, അത് നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതായിരിക്കും ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ ഇതിൽ P1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ വിത്ത് റെസ്പെക്ട് P2 കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് P1 കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ P1 റേസ് ടു n-1/n എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ വരും. അതാണ് 1/P1 റേസ് ടു n-1/n. ഓക്കെ, ദെൻ P2 റേസ് ടു n-1/n നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ n-1/n ഇൻറ്റു P2 റേസ് ടു n-1/n -1 എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, പ്ലസ് ഇവിടെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു P2, ഇവിടെ P2 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ P3 റേസ് ടു n-1/n എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഇൻറ്റു ഇവിടെ P2ൻ്റെ പവർ എന്ന് പറയുന്നത് n-1/n ആണ്. അപ്പോൾ P2 നമ്മൾ മുകളിലേക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ P2 റേസ് ടു -n-1/n എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിഫറൻഷിയേഷൻ കാണുമ്പോൾ നമുക്ക് മൈനസ് ഓഫ് n-1/n ഇൻറ്റു P2 റേസ് ടു -(n-1/n -1) എന്ന് കിട്ടും. ഇത് ഈക്വൽ ടു 0. ഇതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. നോക്കാം. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ഈ n-1/n -1 എന്നുള്ളത് സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ അവിടെ കിട്ടുന്നത് 1 - 1/n എന്നായിരിക്കും. അതേപോലെ നമ്മൾ ഇവിടെയും നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, ഇവിടെയും നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. സോ ഈ ഭാഗത്ത് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് -2n + 1/n എന്ന് കിട്ടും. ഈക്വൽ ടു 0 എന്ന് തന്നെ കിട്ടും. ഓക്കെ, ഈക്വൽ ടു 0 അല്ല, നമ്മൾ ഈ ടേമിനെ ഇത് നെഗറ്റീവ് ടേം ആയിരുന്നു മൊത്തത്തിൽ. ഈ നെഗറ്റീവ് ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഇത് ഇവിടെ പോസിറ്റീവായിട്ട് എഴുതിയിരിക്കുന്നത്. ദെൻ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുന്നു. ഇതിൽ P2 ടേമിനെ ഇവിടെയുള്ള P2 ടേമിനെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരുന്നു. അതുപോലെ P3 ടേമിനെ ഇവിടെ റീറ്റെയിൻ ചെയ്യുന്നു. P1 ടേമിന് ഇവിടെയുള്ള P1 ടേമിനെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ P2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ P2 വരുന്ന ടേംസ് മാത്രം, റൈറ്റ് ഹാൻഡ് സൈഡിൽ P1 ആൻഡ് P3 ടേംസ് കോമൺ ആയിട്ടുള്ള പവർ ആയിരിക്കും രണ്ടിനും ഉണ്ടാവും. ഓക്കെ, ദെൻ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ സിംപ്ലിഫിക്കേഷൻ ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്നത് ഇതൊക്കെ സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്പുകളാണ്. ഇതെല്ലാം എഴുതി പഠിക്കണം, നോക്കി ശ്രദ്ധിച്ച് എങ്ങനെയാണ് വരുന്നത് എഴുതി പഠിക്കണം. ദെൻ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഫൈനലി P² is equal to P1 P3 എന്ന് കിട്ടും. ഓക്കെ, നൗ ഫ്രം ദിസ് യു ക്യാൻ റൈറ്റ് P2 is equal to √P1 P3. ഇങ്ങനെയാണ് നമ്മുടെ മിനിമം വർക്ക് ഡണ്ണിൻ്റെ കണ്ടീഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. അതായത് പെർഫെക്റ്റ് ഇൻ്റർകൂളിങ്ങിലാണ് മിനിമം വർക്ക് ഡൺ കിട്ടുക. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് ഇൻ്റർകൂളിങ്ങിൻ്റെ കണ്ടീഷനും ഇത് തന്നെയാണ്. P2 is equal to √P1 P3. P2 is the intermediate pressure, P1 is the initial pressure before compression, and P3 is the final pressure after multi-stage compression. ഓക്കെ, ഇനി നമ്മുടെ വർക്ക് ഡണ്ണിൽ എന്തൊക്കെ ചേഞ്ചസ് വരാൻ നോക്കാം. ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് വർക്ക് ഡൺ ഇക്വേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് മുൻപായിട്ട് നമുക്ക് ഈ ഇക്വേഷനെ ഈ രീതിയിലും ചേഞ്ച് ചെയ്യാം. P2 ഇതിനെ സ്ക്വയർ ചെയ്താൽ P2² is equal to P1 P3 എന്ന് കിട്ടും അല്ലേ. അതിൽ ഒരു P2നെ അവിടെ നിർത്തി റൈറ്റ് സൈഡിൽ നിന്ന് P1 എന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ P2/P1 is equal to ഒരു P2നെ പുറത്തേക്ക് കൊണ്ടായില്ലേ, അതാണ് ഇവിടെ താഴെയായിട്ടുള്ള ഡിനോമിനേറ്റർ ആയിട്ടുള്ള P2. അപ്പോൾ P3/P2. Therefore ഇതിന് മനസ്സിലാക്കേണ്ടത് പ്രഷർ റേഷ്യോ പെർ സ്റ്റേജ് ഇസ് ഈക്വൽ. ഓരോ സ്റ്റേജിലുള്ള പ്രഷർ റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതായത് ലോ പ്രഷർ സിലിണ്ടറിലത്തെ പ്രഷർ റേഷ്യോ ആണ് P2/P1. അതേപോലെ ഹൈ പ്രഷർ സിലിണ്ടറിലെ പ്രഷർ റേഷ്യോ ആണ് P3/P2. ഈ രണ്ട് വാല്യൂ ഈക്വൽ ആണ്. ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഓക്കെ, ഇത് പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് കേസിലാണ് കേട്ടോ, മിനിമം വർക്ക് ഡൺ കണ്ടീഷൻ. Therefore P2 obtained from the equation will give ideal intermediate pressure which with perfect intercooling will give the minimum work done. ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം തന്നെ, മിനിമം വർക്ക് ഡൺ ഉള്ള കണ്ടീഷനാണ്, മാത്രമല്ല പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് കണ്ടീഷൻ കൂടിയാണ്. ഓക്കെ, ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ ചെയ്യുന്നത് ആ ഗ്രാഫ് വീണ്ടും കൺസിഡർ ചെയ്തു. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഇൻ്റർമീഡിയറ്റ് പ്രഷർ P2 എന്നുള്ള റിലേഷൻ ഉണ്ട് അല്ലേ, അത് നമ്മൾ വർക്ക് ഡണിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ചെയ്തത് ഇതാ, ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നമുക്ക് രണ്ട് പ്രഷർ റേഷ്യോ ഉണ്ട് അല്ലേ, രണ്ട് പ്രഷർ റേഷ്യോ ഉണ്ട്. P2/P1 ഉണ്ട്, P3/P2 ഉണ്ട്. അതിൽ P2ൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അതിൽ P2 √of P1 P3 എന്ന ഇക്വേഷനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത ഇക്വേഷനാണ് ഈ കാണുന്നത്. സിംപ്ലിഫിക്കേഷൻ അവിടെ കാണിച്ചിട്ടില്ല, ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഒരു ടു എന്ന ടേം പുറത്തേക്ക് വരും. ഓക്കെ, മാത്രമല്ല ഈ P3/P1 റേസ് ടു n-1/2 എന്നായിട്ട് മാറും. ഓക്കെ, കോമൺ 2 പുറത്തേക്ക് വരും, അതുകൊണ്ട് തന്നെ ഇവിടെ -1 ഉണ്ടാവും. ഈ രീതിയിൽ ഇക്വേഷൻ ചേഞ്ച് ആവും. സോ ഇതാണ് നമ്മൾ പെർഫെക്റ്റ് ഇൻ്റർകൂളിങ്ങിൻ്റെ സമയത്തുള്ള വർക്ക് ഡൺ, അതായത് നമ്മുടെ മിനിമം വർക്ക് ഡണിൻ്റെ റിലേഷനാണ്. ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമാണ്. ഇതിനെ നമുക്കൊരു ജനറൽ ഇക്വേഷൻ പോലെ എഴുതാം. അതായത് ഇത് മൾട്ടി സ്റ്റേജ്, നമ്മളിപ്പോൾ 2 സ്റ്റേജാണ് കൺസിഡർ ചെയ്തത് അല്ലേ, അതുകൊണ്ടാണ് 2 ആയിട്ട് പുറത്തേക്ക് വന്നത്. ഇപ്പോൾ 3 സ്റ്റേജ് ആയിരുന്നെങ്കിൽ ഇവിടെ 2ന് പകരം 3 ആയിരുന്നു തന്നെ. അതുപോലെ ഇവിടെയും ഒരു 2 ഉണ്ട്, കണ്ടോ, n-1/2 എന്നാണ്. 3 സ്റ്റേജ് ആയിരുന്നെങ്കിൽ ഇത് 3n ആയിരുന്നു. അതുപോലെ 4 സ്റ്റേജ് ആയിരുന്നെങ്കിൽ 4n ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജനറലായിട്ട് എഴുതാം Zn/n-1 ഇൻറ്റു P1/V1 ഇൻറ്റു PZ+1. ഇവിടെ P3 അല്ലേ, സോ നമ്മുടെ n വാല്യൂ 2 ആണ്, 2 + 1 ആണ് 3 ആയത് അല്ലേ. അതുകൊണ്ട് ജനറലായിട്ട് നമുക്ക് PZ+1 / P1, അത് ഇനീഷ്യൽ പ്രഷറാണ്, P1 തന്നെയായിരിക്കും, റേസ് ടു n-1/Zn. കാരണം നമ്പർ ഓഫ് സ്റ്റേജസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേമാണ് n2 ആയതുകൊണ്ടാണ് ഇവിടെ അതിന് പകരം n2 ആയിട്ട് നമ്മൾ കൊടുത്ത് ഇസഡിന് പകരം. ജനറലായിട്ട് നമ്മൾ ഇസഡ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇസഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേജസ് ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? സോ 3 സ്റ്റേജ് വന്നാലും 4 സ്റ്റേജ് 5 സ്റ്റേജ് എങ്ങനെ എത്ര നമ്പറുള്ള സ്റ്റേജസ് ഉള്ള കണ്ടീഷൻ ആയാലും നമുക്ക് ഈ ഒരു മിനിമം വർക്ക് ഡൺ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, വല്ലാണ്ട് ലെങ്തി ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് വേണ്ടി വരില്ല. ഈ ജനറൽ ഇക്വേഷൻ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് സ്റ്റേജസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. Now, intermediate pressure for Z stage compression using ideal condition. Okay. ഇനി ഐഡിയൽ കണ്ടീഷൻ നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഐഡിയൽ കണ്ടീഷനായിട്ട് വരാനാണ്, അല്ല പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് വരികയാണെങ്കിൽ നമുക്ക് പ്രഷർ റേഷ്യോ എല്ലാ സ്റ്റേജിലും പ്രഷർ റേഷ്യോയിലായിരിക്കും. അതുകൊണ്ട് P2/P1 = P3/P2. ഇനി അടുത്ത ഒരു സ്റ്റേജ് കൂടി ഉണ്ടെങ്കിൽ P4/P3, അങ്ങനെ സോ ഓൺ. ഓക്കെ, അപ്പോൾ ഫൈനലി നമുക്ക് ജനറലായിട്ട് PZ+1/PZ ആ വാല്യൂ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഓരോ സ്റ്റേജ് അനുസരിച്ച് ഈ സെറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേജ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ ഇസഡിൻ്റെ വാല്യൂ 1 വന്നാൽ P1+1 P2 ആവും അല്ലേ. ഇസഡ് താഴെ P1 വരും, അപ്പോൾ P2/P1 ദാറ്റ് ഈസ് ഈക്വൽ ടു P3/P2 P4/P3. ഇനി ഫോർത്ത് സ്റ്റേജ് ഉണ്ടെങ്കിൽ P5/P4 അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇൻ്റർകൂളിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഇനി ഒരു പ്രോബ്ലമാണുള്ളത്, ആ പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതോടുകൂടി നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ എന്ന ടോപ്പിക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് ഒന്ന് നോക്കാം. 2 kg/s of air enters the low pressure cylinder of a 2-stage reciprocating air compressor. The overall pressure ratio is 9. The air at inlet to compress is at 100 kPa and 35 degrees Celsius. The index of compression in each cylinder is 1.3. Find the intercooler pressure for perfect intercooling. Also find the minimum power required for the compressor and percentage saving over the single stage compression. Take R value 0.287 kilojoules per kilogram Kelvin. CP value 1 kilojoules per kilogram Kelvin. Okay. So, നമുക്ക് ആൻസർ നോക്കാം. ആദ്യം ഗിവൺ ഡാറ്റ ഒന്ന് എടുത്ത് എഴുതുന്നു. മാസ് ഫ്ലോ റേറ്റ് 2 kg/s എന്ന് തന്നിട്ടുണ്ട്. 2 kg/s. ഓക്കെ, ദെൻ പ്രഷർ ബിഫോർ കംപ്രഷൻ P1 100 kPa. ഓക്കെ, 100 kPa ആണ്. അത് ലോ പ്രഷർ സിലിണ്ടറിലാണ്. ഓക്കെ, ലോ പ്രഷർ സിലിണ്ടറിൻ്റെ ഇനീഷ്യൽ പ്രഷറാണ്. അത് 1 bar എന്ന് എഴുതാം കേട്ടോ, നമ്മൾ കൺവേർഷൻ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. 10 kPa എന്ന് പറയുന്നത് 100 kPa. 100 kPa = 1 bar ആണ്. ഓക്കെ, 10 Nm/cm² ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺവേർട്ട് ചെയ്ത് പഠിച്ചത്. ഓക്കെ, അതും നോട്ട് ചെയ്യാം. അത് 10 Nm/cm² എന്ന് പറയുന്നത് 1 bar ആണ് കേട്ടോ.
അതേപോലെ 100 കിലോ പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ബാർ തന്നെയാണ്. കാരണം 100 എന്ന് പറഞ്ഞാൽ 10⁻², കിലോ എന്ന് പറഞ്ഞാൽ 10⁻3. ഓക്കെ, അപ്പോൾ 10⁵5 പാസ്കൽ ആവും. 10⁵5 പാസ്കലാണ് 1 ബാർ. നോട്ട് ചെയ്ത് വയ്ക്കാം കൺവേർഷൻ. T1 ഇനീഷ്യൽ ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ്. പോളിട്രോപ്പിക് ഇൻഡെക്സ് 1.3 തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഓവറോൾ പ്രഷർ റേഷ്യോ ഇത് 2 സ്റ്റേജ് കംപ്രഷനാണ് അല്ലേ, 2 സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യൽ പ്രഷർ P1, ഇൻ്റർമീഡിയറ്റ് പ്രഷർ P2, ഫൈനൽ പ്രഷർ പറയുന്നത് P3 ആണ്. അപ്പോൾ ഓവറോൾ പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫൈനൽ പ്രഷർ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ പ്രഷർ. അപ്പോൾ P3/P1 അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത് 9. ഓക്കെ, നോട്ട് ചെയ്യാം. ദെൻ Z നമ്പർ ഓഫ് സ്റ്റേജസ് എന്ന് പറയുന്നത് 2 ആണ്. ഇത്രയാണ് തന്നിട്ടുള്ള ഡാറ്റ. നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇൻ്റർകൂളർ പ്രഷർ പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ്. അപ്പോൾ P2ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതേപോലെ മിനിമം പവർ റിക്വയർഡ് കണ്ടുപിടിക്കണം. അപ്പോൾ മിനിമം വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ വെച്ച് വർക്ക് ഡൺ കാണാം, അത് വെച്ചിട്ട് മിനിമം പവർ കാണാം. പെർസെൻറ്റേജ് സേവിങ് ഓവർ സിംഗിൾ സ്റ്റേജ് കംപ്രഷനും കാണാൻ പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ സ്റ്റേജ് കംപ്രഷനിൽ വർക്ക് ഡൺ കൂടുതലായിരിക്കും, നമ്മൾ മൾട്ടി സ്റ്റേജ് ആകുമ്പോൾ വർക്ക് ഡൺ കുറയും. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് സേവിങ് നമുക്ക് കാണണം. ഓക്കെ, ഇനി ആറിൻ്റെ വാല്യൂം CPയുടെ വാല്യൂം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വാല്യൂ തന്നെ എടുക്കണം. ആറിൻ്റെ വാല്യൂ ഇവിടെ 0.287 തന്നെയാണ്. CP ഇവിടെ 1 kJ/kg കെൽവിനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ വാല്യൂ ഒന്നും എടുക്കാൻ പാടില്ല, ഈ വാല്യൂ തന്നെ എടുക്കണം. സ്റ്റാർട്ട് ചെയ്യാം. ഇൻ്റർകൂളിംഗ് പ്രഷർ ആദ്യം കാണുന്നു. P2 നമുക്കറിയാം, P2 = P1 P3 പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് കേസിലുള്ള ഇക്വേഷനാണ്. മിനിമം വർക്ക് ഡണിൻ്റെ കേസിൽ പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് P1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ, P1 വാല്യൂ തന്നിട്ടുണ്ട്. മാത്രമല്ല P3/P1 റേഷ്യോ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് P3 കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ P2 ഡയറക്റ്റ് √P1 P3 കണ്ടീഷൻ വെച്ചിട്ട് മിനിമം വർക്ക് ഡണിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് കാണാൻ പറ്റും. 3 ബാറാണ് ആൻസർ കിട്ടുന്നത്. ഒരു ആൻസറായി. ഇനി മിനിമം വർക്ക് ഡൺ പെർ സെക്കൻഡ് കാണാനായിട്ട് നമുക്ക് മിനിമം വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ ഉണ്ട്. അതിൽ V1 പകരം V1 ഡോട്ട് എടുത്താൽ നമുക്ക് മിനിമം വർക്ക് ഡൺ പെർ സെക്കൻഡ് കിട്ടും. അതായത് നമ്മുടെ പവർ, മിനിമം പവർ എന്ന് പറയുന്നത് മിനിമം വർക്ക് ഡൺ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ വോളിയത്തിനെ വോളിയം ഫ്ലോ റേറ്റ് ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, Z × n/n-1 × P1 V1 ഡോട്ട് P3/P1 raised to n-1/Zn-1. ഓക്കെ, Zൻ്റെ വാല്യൂ 2 ആണ്, Nൻ്റെ വാല്യൂ 1.3 തന്നിട്ടുണ്ട്. P1 നമുക്ക് ഓൾറെഡി അറിയാം, P1ൻ്റെ വാല്യൂ അറിയാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാം കേട്ടോ, P1 തന്നിട്ട് നമുക്ക് P1 V1 ഡോട്ട് ഡയറക്റ്റ് കാണാൻ പറ്റും. m.r/T1 ആ ഇക്വേഷൻ വെച്ച് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ m ഡോട്ട് തന്നിട്ടുണ്ട്, kg/s മാസ് ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂവും T1ൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് P1 V1 ഡോട്ട് കാണാം. സോ നമുക്ക് മിനിമം പവർ റിക്വയർഡ് കിലോ വാട്ട്സിലായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ആൻസറും കൂടി ആയി. ഇനി ലാസ്റ്റ് നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് വീണ്ടും നമ്മൾ പവറിൻ്റെ ഇക്വേഷൻ എഴുതി. ഓക്കെ, പെർസെൻറ്റേജ് സേവിങ് കാണണം അല്ലേ. പെർസെൻറ്റേജ് സേവിങ് കാണാനായിട്ട് നമുക്ക് ഇൻ്റർകൂളിംഗ് ഇല്ലാത്ത കേസിലും ഇൻ്റർകൂളിംഗ് ഉള്ള കേസിലുള്ള വർക്ക് ഡൺ കാണണം. അപ്പോൾ നോക്കാം, ഇത് സിംഗിൾ സ്റ്റേജ്, അതായത് നമ്മൾ ഇൻ്റർകൂളർ വയ്ക്കാതെ അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജ് അല്ലാതെ ഒറ്റ അടിക്ക് നമ്മൾ കംപ്രഷൻ ചെയ്യുമ്പോഴുള്ള വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എന്താണ് ഈ ഇക്വേഷനും നമ്മൾ വ്യത്യാസം മെയിനായി നോക്കി. ഇവിടെ Z എന്ന് പറഞ്ഞ കോമ്പോണൻ്റ് എക്സ്ട്രാ ഉണ്ട്. ഇത് മിനിമം വർക്ക് ഡൺ ഇക്വേഷനാണ്, ഇൻ്റർകൂളർ വെച്ചിട്ടുള്ള കേസാണ്. ഇൻ്റർകൂളർ വയ്ക്കാത്ത കേസിൽ Z എന്ന് പറഞ്ഞ ടൈം ഉണ്ടാവില്ല. ഓക്കെ, സാധാരണ വർക്ക് ഡൺ ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ വർക്ക് ഡൺ ഫോർ സിംഗിൾ സ്റ്റേജ് പെർ സെക്കൻഡ് വിൽ ബി ഈക്വൽ ടു n/n-1 P1 V1 ഡോട്ട്, അതൊക്കെ സെയിം തന്നെ. പക്ഷേ Z ഇല്ല, ഇവിടെ Z എന്ന് പറഞ്ഞ വാല്യൂ ഇല്ല, അത് പ്രത്യേകം നോട്ട് ചെയ്യാം. ദെൻ ബ്രാക്കറ്റിൽ P3/P1 raised to n-1/n എന്ന് മാത്രമേ ഉള്ളൂ. താഴെ Zn ഇല്ല, n എന്ന് മാത്രമേ ഉള്ളൂ, -1. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 505.92 kW. ഒബ്വിയസ്ലി ഈ വാല്യൂ കൂടുതലായിരിക്കും, കാരണം ഇത് ഇൻ്റർകൂളർ വയ്ക്കാതെ ഒറ്റ സ്റ്റേജിൽ കംപ്രസ് ചെയ്യുന്ന വാല്യൂ ആണ്. അവിടെ കൂടുതൽ വർക്ക് ഡൺ നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഈ വാല്യൂ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി പെർസെൻറ്റേജ് സേവിങ്ങിന് വർക്ക് കാണാൻ വേണ്ടി ഈ വലിയ വാല്യൂന്ന് ചെറിയ വാല്യൂ മൈനസ് ചെയ്യുക, എന്നിട്ട് ഈ വലിയ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ പെർസെൻറ്റേജിലാക്കുക. ഓക്കെ, നമുക്ക് സേവിങ്സ് ഇൻ വർക്ക് ഡൺ ഡിവൈഡ് ബൈ വർക്ക് ഡൺ വിത്ത് എ സിംഗിൾ സ്റ്റേജ് ഇൻറ്റു 100 ചെയ്താൽ ദാറ്റ് വിൽ ബി പെർസെൻറ്റേജ് സേവിങ്. ഓക്കെ, ബൈ യൂസിങ് എൻ ഇൻ്റർകൂളർ.
സിംഗിൾ സ്റ്റേജിന് പകരം മൾട്ടി സ്റ്റേജ് കംപ്രഷൻ വിത്ത് ഇൻ്റർകൂളിംഗ് പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് യൂസ് ചെയ്യുമ്പോൾ ഇത്രയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. 12.6% നമുക്ക് വർക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ പ്രോബ്ലം കാൽക്കുലേഷൻ കൈകൊണ്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇത്രയും ആണ് നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിൽ നമുക്ക് പഠിക്കണം. നമ്മൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത വീഡിയോ സീരീസിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ എയർ കംപ്രസറും അതിൻ്റെ ഒപ്പം തന്നെ ആക്സിയൽ ഫ്ലോ എയർ കംപ്രസറും ഡിസ്കസ് ചെയ്യും. മാത്രമല്ല നമ്മൾ റോട്ടറി കംപ്രസർ ജസ്റ്റ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അതിൻ്റെ ഒരു 3 ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതും നമ്മൾ ഒരു വീഡിയോ സീരീസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.